السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. മാഷാ അല്ലാഹ്, അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ 76 സൂക്തങ്ങൾ അൽ ബഖറയിൽ നിന്നും പഠിച്ചു, വിശകലനം ചെയ്ത് തദബ്ബുറാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ചിന്തിച്ച് പഠിച്ച് പരീക്ഷ കഴിഞ്ഞു. പേപ്പർ മിക്കവാറും 90% പേപ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. പേപ്പർ കിട്ടിയവർക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന്, പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ട്. വൈകി അയക്കലൊന്നും ന്യായീകരണമല്ല. നിങ്ങൾ പിറ്റേ ദിവസം അയച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് ഇവിടെ എത്തും. പിന്നെയും വൈകുന്നതുകൊണ്ടാണ് എത്താൻ താമസം. എന്തായാലും നമ്മൾ പ്രൊസീജിയർ കീപ്പ് ചെയ്യുക എന്നത് പഠനം ശരിയാകുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് മനസ്സിലാക്കണം. നമസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? അവസാനത്തെ ഫർള് എന്താ? തർത്തീബ് എന്താ? ക്രമപ്രകാരം ചെയ്യൽ എന്താണ്? വളുവിന്റെ തർത്തീബാണ്. വളുവിലുണ്ട്, അത് നിർബന്ധമാണ്. നമസ്കാരത്തിൽ നിർബന്ധമാണ്. അങ്ങനെ പല ആരാധനകളിലും തർത്തീബ് നിർബന്ധമാണ്. അതിൽ നിന്ന് എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മളൊരു പ്രൊസീജിയർ കീപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടവരാണ്. അതാണ് ശരി. ഇന്ന് നമ്മൾ 77 മുതൽ 83 വരെയുള്ള സൂക്തങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം കുറവായിരുന്നു. ആരും ചോദിച്ചില്ല എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസമാണ് എനിക്ക് ബോധോദയം ഉണ്ടായിരുന്നത്, ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇൻഫർമേഷനും പിന്നെ ഒരു ക്ലാസ് മുടക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം പലരും പറയുന്നത് ഖുർആൻ വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് മരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരാഗ്രഹം തന്നെയാണ്. ശരി, നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം. 77 മുതൽ 83 വരെയുള്ള സൂക്തങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولا يعلمون أن الله يعلم ما يسرون وما يعلنون ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വാക്കുകളുടെ അർത്ഥം സംശയം തോന്നിയോ?
വാക്കർത്ഥം കുറെയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. വാക്കർത്ഥമോ വ്യാകരണത്തിലോ ഘടനയിലോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ക്ലാസ് വരേണ്ടത്, അല്ലാതെ ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ വേണ്ടി വരണ്ട. ഇതിലെ ആദ്യ അവല യഅ്ലമൂന എന്ന് ഉം. പറയുന്നത്, അത് അലാ യഅ്ലമൂന ആണ് പരിചയമുള്ളത്. അതിനിടയ്ക്ക് ഒരു വാ അതെ. വന്നത് എന്താണെന്നുള്ളത് വാവ് അങ്ങനെ ഒരു പ്രയോഗമാണെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഫലാത്തഴക്കലൂൻ, അവലാത്തഴക്കലൂൻ, അവലായലമൂൻ എന്നൊക്കെയുള്ള ചോദ്യം. നമ്മൾ മലയാളത്തിൽ പിന്നെ കൂടാതെ 10 മരത്തിന്റെ പേര് പറഞ്ഞാൽ 10 പ്രാവശ്യങ്ങളും പിന്നെ പറയും, ഇല്ലേ? ആ അതെ. പിന്നെ കൂടാതെ പിന്നെ എന്നുള്ള മരം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പുന്ന എന്നൊരു മരം ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോദിക്കുന്ന രീതിയായിരുന്നു, പുന്ന കൂടാതെ 10 മരത്തിന്റെ പേര് പറയാൻ പറ്റുമെന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് 10 പ്രാവശ്യങ്ങളും പിന്നെ പറയും. അപ്പൊ അതേപോലൊരു പ്രയോഗമാണ് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയിരുന്നാൽ മതി. അവലായലമൂൻ. അപ്പൊ വാ അതിന്റെ ഇടയിൽ കയറി വരുന്നതാണ്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഫാ കയറി വരും. ശരി, വേറെ? സായക്ക് പാപം ചെയ്തു എന്നും മോശമായി എന്ന് പറഞ്ഞത്. മോശമായി. സായ്ക്ക് എന്തൊക്കെ അർത്ഥം എഴുതി തന്നിട്ടുണ്ട്? അയച്ച ഇതിലിട്ടാ തന്നെ പാപം ചെയ്തു. പാപം ചെയ്തു എന്നും അതിനർത്ഥമുണ്ട്. സായിക്ക് പാപം ചെയ്തും എന്നും അർത്ഥമുണ്ട്. സോന്റെ പിന്നെ ക്രിയാധാതുവാണെന്ത്? സു. സു ക്രിയാധാതുവാണ്. അതേപോലെ സൗ അതിന്റെ ക്രിയാധാതുവാണ്. അങ്ങനെ ഉള്ള അതിന്റെ കർത്താവിന്റെ പേരാണ് സയ്യ് എന്ന് പറയുന്നത്. അതിന്റെ സ്ത്രീലിംഗമാണ് സയ്യത്ത്. അപ്പൊ ഇത് നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ ഇതേ രീതിയിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് എഴുതിക്കുന്നത്. നമ്മൾ ഇങ്ങനെ എനിക്ക് അതിന് കോപ്പി ചെയ്യാൻ പറ്റി, അങ്ങനെ എഴുതുന്നതാണ്. അപ്പൊ എന്താണ്? ഫഹുവ എന്ന് പറയുമ്പോൾ ഇസ്മു ഫായിലാണ് സയ്യ്. വഹിയ സയ്യത്ത് എന്ന് പറയുമ്പോൾ ഇസ്മു ഫായിലിന്റെ സ്ത്രീലിംഗമാണ് സയ്യത്ത്. പിന്നെ അതിന് വഹുവ അസ്വ എന്ന് പറയും. അസ്വ എന്ന് പറയുമ്പോ ഏറ്റവും മോശമായത്. സയ്യിന്റെ സൂപ്പർലേറ്റീവ് ആണ് അസ്വ. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പരസ്പരം കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇതേ വാക്ക് ഇനി അസ്വ പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് അന്നേരവും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യം വരില്ല. തെറ്റ് ചെയ്തു, മോശം ചെയ്തു, മോശമായി. മോശമായി എന്നും അർത്ഥം ഉണ്ടാവും, മോശം പ്രവർത്തി ചെയ്തു എന്നും അർത്ഥമുണ്ട്. എന്താ ചോദിച്ചേ? ഫസ്റ്റ് തന്ന ഉമ്മിയെന്നില്ലേ? അമ്മിയത്തിന്നല്ലല്ലോ ഫസ്റ്റ്. എന്നിട്ട് അതിന്റെ അറബിയിൽ എന്തോ അർത്ഥം കൊടുക്കുന്നല്ലോ, അതെന്താണ് സംഭവം? കിതാബ് എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഉമ്മിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഉമ്മി എന്ന് പറഞ്ഞാല് മലയാളത്തില് ഉമ്മി എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പറയുന്നത്? നിരക്ഷരൻ എന്ന്. അപ്പം മലയാളത്തിൽ അർത്ഥം എഴുതി കാണില്ല. ഉമ്മി എല്ലാവർക്കും അറിയാലോ, നബിയിൽ ഉമ്മി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തായാലും അർത്ഥം ശരിക്കും മലയാളത്തില് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും? അറിയാത്തവൻ, എഴുത്തും വായനയൊന്നും അറിയാത്തവൻ. ഒരുവൻ ലാ യഖ്റഉ വായിക്കുകയില്ല, വലാ യക്തുബു എഴുതുകയില്ല. ഇതിന്റെ അർത്ഥം കൂടി ഇനി പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിലിമിനറി 1 വരെ പഠിക്കേണ്ടി വരും. അല്ല, ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി. അങ്ങനെ വായിച്ചു നോക്കണം. ഇനി കുറച്ച് അറബിയിലായിരിക്കും നമ്മൾ അർത്ഥം തരിക. നല്ല അറബിയും കൂടെ പഠിക്കാൻ പറ്റുള്ളൂ. തഫ്സീർ വായിക്കണ്ടേ? ഹദീസൊക്കെ വായിക്കാൻ പറഞ്ഞല്ലോ നമ്മൾ. ഓക്കെ, വേറെ എന്താ സംശയം? വേറെ സംശയമൊന്നുമില്ല. വായിച്ചു നോക്കിയവർക്ക് സംശയം ഉണ്ടാവും, വായിച്ചു നോക്കാത്തവർക്ക് സംശയമൊന്നും. സംശയമില്ലാത്തവർ ഇതിന്റെ അർത്ഥം പറയും.
ഈ അമാനി ഇല്ല അമാനിയ എന്നുള്ളതാണ് അത് കൊടുത്തത്. ഇതാണ് ഉമ്മിയത്തിന്റെ അമാനി മൗലവി. അമാനി അമാനിയ മൗലവി ഇതല്ല കേട്ടോ. അല്ല, മൗലവി അല്ല, അമാനിയുൻ അമാനിയ ഇല്ല അമാനിയ എന്ന് കൊടുത്തല്ലോ. അമാനി എന്ന് പറഞ്ഞത് വേറെ വാക്കാണല്ലോ, അത് വേറെ കൊടുത്തിട്ടുണ്ടല്ലോ. വേറെ വാക്ക്. അമാനി എന്ന് വേറെ പറയുന്ന വാക്ക് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഉമ്നീയത്തിൻ എന്ന് പറയുന്നതിന്റെ ബഹുവചനമാണ് അമാനിയു എന്ന് പറയുന്നത്. ഉമ്നീയത്തിൻ എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്ത മോഹം, അതിരി കവിഞ്ഞ മോഹം, അതിരി കവിഞ്ഞ സമാനൻ എന്താ, സമാനൻ കലീലൻ എന്നിടയ്ക്ക് വരുന്നില്ല. സമനൻ ഖലീൽ. സമനൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമന് വില, അത് തുച്ഛമായ വില. വില. ഓക്കെ. സമന് വില. ഖലീൽ. ഉസ്താദെ, യമാനി എന്നുള്ളതിന്റെ പിന്നെ എന്താ പറയാ, സിംഗുലർ ആയിട്ട് പറഞ്ഞത് അമ്നിയത്തും എന്നാണോ? ലമ്മിട്ടിട്ടുണ്ടല്ലോ നോട്ട് തന്നില്. അതെ, ഉമ്മിയത്തുന്നാണോ ഉമ്നീയത്തുന്നാണോ? ഉമ്നീയത്തുൻ. എല്ലാത്തിനും 10ാം ക്ലാസ് ഒന്നും ഇടൂല്ലോ കേട്ടാ. കുറെ സമയം വായിച്ചു പഠിക്കാം. പിന്നെ വേറെ അഖ്ലഫ യുഖ്ലിഫു എന്ന് പറഞ്ഞാൽ എന്താണ് അഖ്ലഫ യുഖ്ലിഫു? മലയാളത്തിലും അറബിയിലും കൊടുത്തിട്ടുണ്ടല്ലോ അർത്ഥം. പൊട്ടിച്ചു. അല്ലദീന യൻഖുദൂനൽ മീസാഖ മുമ്പ് വന്നല്ലോ. അപ്പൊ ആ വാക്കിന്റെ പര്യായ പദമാണ് അഖ്ലഫ. ലംഘിച്ചു, പൊട്ടിച്ചു. വേറെ ഖത പറയുന്ന പോലെ തന്നെയാണ് ഖതിഅത്ത്. അല്ലല്ല, ഉമ്നീയത്തുൻ അതിനാണ് ഏകവചനം, അതിന്റെ ജമ്മാണ് അമാനിയു. അപ്പൊ നമ്മൾ ജീമിട്ടാൽ അതിന് മുമ്പുള്ളത് ഏകവചനം, ശേഷമുള്ളത് ബഹുവചനം. ഇതൊക്കെ പണ്ടത്തെ പാടാണ്. അതിന് മാലി ഉണ്ടോ? അങ്ങനെയല്ല, നാമം പറഞ്ഞാൽ പിന്നെ അതിന് മാലിയല്ല വരിക. നാമത്തിന് ഏകവചനം ബഹുവചനം ഒക്കെയാണ് വരിക. തമന്നയാണ്, തമന്ന മോഹിച്ചു. തമന്ന മോഹിച്ചു. ഓക്കെ. 77. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന. യുസിറൂനയുടെ ഫിഅൽ മാദി എന്താണ്? സറ. എന്താ അർത്ഥം? രഹസ്യമാക്കി വെച്ചു. ഇവിടെ ഉസ്താദെ ഉമ്മിയത്തെന്നാണ് കാണുന്നത്. ഉസ്താദ് തന്നതിൽ അതേ ചോദിക്കാൻ കാരണം. ഉമ്മിയത്തെന്നല്ല, ഉമ്മിയത്ത്. എന്തായിരുന്നു നിങ്ങളുടെ സംശയം? ഉമ്മിയത്തെന്നാണ് എഴുതി കണ്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഉമ്മിയത്തല്ലല്ലോ എന്ന്. ഒരു നൂനുണ്ട് അവിടെ. രണ്ട് വാക്കാണ്. രണ്ട് വാക്കാണ്. ഉമ്മിക്ക് വേറെ വാക്ക്, അതിന്റെ താഴെ ഉമ്മിയത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ സ്ക്രീനിലും ഉണ്ടല്ലോ. ഉമ്മിയത്തുൻ നൂനുണ്ട്. അമാനി എന്ന് പറയുന്ന നൂനല്ലേ? നൂന് ഏകവചനത്തിന് വരുമല്ലോ. നമ്മളെപ്പോഴും 3 അക്ഷരം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 അക്ഷരം. അപ്പൊ ഈ 3 അക്ഷരം പോയിട്ടല്ല വരിക ബഹുവചനത്തിൽ. ഈ 3 അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും മിക്കവാറും സന്ദർഭം. ഇസ്മുൻ, അസ്മാഉൻ വരുന്നുണ്ട്. ഇസ്മുൻ അവിടെ നിന്നുണ്ട്. ഹംസ സീന് മീം ഉണ്ട്. അസ്മാഉനുണ്ട് ഹംസ സീന് മീം. വലദുൻ, ഔലാദുൻ. വലദുൻ വാവുൽ ലാമിദ് ദാൽ അവിടെ ഉണ്ട്. ഔലാദിൽ വാവുൽ ലാമിദ് ദാൽ ഉണ്ട്. ഉമ്മിയത്ത് എന്നുള്ളത് ഉമ്മെന്നുള്ളതിന് എന്തോ ബന്ധമുണ്ടോ? ഇല്ലല്ലോ. അതെങ്ങനെ ബന്ധം വരും? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, 3 അക്ഷരം നോക്കാൻ പറഞ്ഞില്ലേ? അതാ ഉമ്മിയാണോ നിങ്ങൾ നോക്കുന്നത്? ഉമ്മിയ ഞാൻ പറഞ്ഞത്.
ഉമ്മയ്യ എന്ന് പറഞ്ഞ ഉമ്മയ്യത്തിനില്ല, അതിന്റെ കൂടെ താ ചേർത്ത് പറഞ്ഞില്ലല്ലോ. ആ ഉമ്മയ്യ എന്ന് പറഞ്ഞാൽ മാതാവുമായി ബന്ധപ്പെടുത്താം. കാരണം എന്താണ്? തുടക്കത്തിലുള്ളവൻ, പ്രാരംഭകാലത്തിലുള്ളവൻ, ജൂറാസിക് പീരീഡിലുള്ളവൻ, എഴുത്തും വായനയൊന്നും പഠിക്കാത്തവൻ എന്ന അർത്ഥത്തിൽ. ഉമ്മ പ്രസവിച്ചതുപോലെയൊക്കെ അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഓക്കെ. മാ യുസിറൂന മാ യുഅ്ലിനൂൻ. യുഅ്ലിനൂന്റെ പേര് ആദ്യം എന്താണ്? അഅ്ലന, പരസ്യമാക്കി. അപ്പൊ രഹസ്യമാക്കിയതിനെയും പരസ്യമാക്കിയതിനെയും അല്ലാഹ് അറിയുന്നുണ്ട് എന്ന് അവരറിയുന്നില്ലേ? വമിൻഹും ഉമ്മിയൂൻ, എന്നിട്ട് പിന്നെ പറയാണ് വമിൻഹും ഉമ്മിയൂൻ. അപ്പൊ ഇവിടെ വമിൻഹും ഉമ്മിയൂന എന്നെന്താണ്? ഉമ്മിയൂന എന്നത് മാരിഫയാണോ നെക്കിറയാണോ, അഥവാ അറിയപ്പെടുന്ന നാമാണോ അറിയപ്പെടാത്ത നാമാണോ? ഉമ്മിയൂൻ എന്നത് ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്, നെക്കിറയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതില് അതിന്റെ അർത്ഥം പറയുമ്പോൾ പറയുന്നത് ചില എന്തുണ്ട്, നിരക്ഷരരുണ്ട്. അമിൻഹും മുമ്മിയൂന, അവരിൽ ചില നിരക്ഷരരുണ്ട്. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഖുർആൻ ഓതിയാല് കുറെ പുണ്യം കിട്ടും, അതുകൊണ്ട് ഒരുപാട് ഖുർആൻ ഓതുക. ഖുർആൻ ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറെ ചിലർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ കുറെ ഖുർആൻ ഓതുക. എന്താ ഈ ഖുർആന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പറന്നുപോയി. ഖുർആൻ എന്തിനുള്ളതാണ്? ഖുർആൻ പറയുന്നത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്ന ഗ്രന്ഥമാണ്. നമ്മുടെ അവകാശങ്ങൾ, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ്. അപ്പൊ എന്തായി? നമ്മള് കിതാബിനെ കുറിച്ച് കുറെ മോഹങ്ങളും വ്യാമോഹങ്ങളും കുറെ ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്തുള്ളതിനെ കുറിച്ച് ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ലാ യഅലമുൽ കിതാബ ഇല്ലാ അമാനി വഇൻഹും ഇല്ലാ യമന്നു. അപ്പൊ വഇൻ എന്നത് എന്താണ്? ഇവിടെ ആണെങ്കിൽ എന്ന അർത്ഥത്തിലല്ല ഉള്ളത്. വഇൻഹും ഇല്ലാ യളന്നൂൻ. അപ്പൊ എന്താ ശേഷം രണ്ടാം ഭാഗത്തിൽ ഇല്ല വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നാമത്തത് ഇന്ന് നെഗറ്റീവാണ്. വഇൻഹും അവരല്ല, ഇല്ലാ യളന്നൂൻ കരുതുന്നവരല്ലാതെ, ഊഹിക്കുന്നവരല്ലാതെ. അവര് കുറെ ഊഹാപോഹങ്ങളിൽ മാത്രമാണ് കെട്ടിക്കുടുങ്ങി കിടക്കുന്നത്. അത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله. അതിന്റെ അർത്ഥം ഒരാൾ പറഞ്ഞു നോക്കിയേ. فويل للذين يكتبون الكتاب, എന്തായിരിക്കും അർത്ഥം? അവർക്കാണ് കിതാബ് എഴുതുന്നവർക്ക് നാശം. ഒറ്റ വാക്കർത്ഥം പറയാതെ അവിടെ മുതൽ അങ്ങറ്റം വരെ അർത്ഥം പറയും. ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി. കിതാബുകൾ സ്വന്തം കൈകൊണ്ട് എഴുതുന്നവർക്ക് എഴുതുകയും പിന്നീട് അള്ളാഹുവിന്റെ പക്കൽ ഹാദാ മിൻ നിന്നുള്ളതാണെന്ന് ഇൻദില്ലാഹി, പറയുകയും ഇത് ദൈവിക ചെയ്യുന്നവർക്ക് നാശം. വചനമാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അപ്പൊ നമ്മള് അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഖുർആൻ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയണം. അള്ള പറഞ്ഞു ഖുർആനിലുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഖുർആനിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും അള്ള പറഞ്ഞതാണ് എന്ന് പറയാൻ പാടില്ല, ദൈവിക വാക്യമാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ കുറെ ആൾക്കാർ അഹ്ലു കിതാബുകാരിലുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും? സ്വന്തം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഇത് ദൈവവാക്യമാണ് എന്ന് പറയും. ഇപ്പോഴും നമുക്ക് കാണാം, ഇപ്പോഴുള്ള പുതിയ നിയമം എന്നും പഴയ നിയമം എന്നും കാണുന്ന ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ തൗറയോ ഇഞ്ചിയിലോ അല്ല. തൗറയും ഇഞ്ചിയിലും ദൈവിക ഗ്രന്ഥങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ പറയും ദൈവിക ഗ്രന്ഥങ്ങളിൽ കൈകടത്തി എന്ന് പറയും. അപ്പൊ ഇപ്പോഴുള്ളത് കൈകടത്തപ്പെട്ട ദൈവിക വചനങ്ങൾ അല്ല. പിന്നെന്താ ഉള്ളത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മനുഷ്യന്മാർ എഴുതിയ വാക്യങ്ങൾക്കിടയിൽ ദൈവിക വചനങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. മനുഷ്യന്മാർ എഴുതിയ
മനുഷ്യന്മാരെഴുതിയ വാക്യങ്ങൾക്കിടയിൽ മനുഷ്യന്മാരെഴുതിയ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾക്കിടയിൽ ദൈവവചനങ്ങൾ കടത്തിയതാണ്. അപ്പൊ എന്താണ്, കൂടുതലും മനുഷ്യന്മാരെഴുതിയതും ബാക്കി ഏതാനും ഭാഗങ്ങൾ ദൈവിക വാക്യങ്ങളുമാണ്. അപ്പൊ ദൈവവാക്യങ്ങൾ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് നാശം. അപ്പൊ അത് പറയുമ്പോൾ അഹ്ലു കിതാബിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. അഹ്ലു കിതാബ് ആരാണോ, ആരെല്ലാം ഇങ്ങനെ എഴുതുന്നോ അവരെല്ലാം ഇതാണ് അവസ്ഥ. ഈ ഖുർആനിലുണ്ട് അള്ളാഹ് പറഞ്ഞത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മഹാനാശം എന്നാണ്. ഏതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു വൈലിൽ മുതഫിഫീൻ. അപ്പൊ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് മഹാനാശം എന്ന് പറഞ്ഞു. അതേ നാശം ആർക്കുണ്ട്? വൈലില്ലതിന് യക്തുബുൽ കിതാബ ബി ഐദീഹിം, സ്വന്തം എഴുതി ഉണ്ടാക്കുക, അങ്ങനെയുള്ളവർക്കുണ്ട്. വൈലിൽ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് പറഞ്ഞു. പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മഹാനാശം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇത് എഴുതുന്നവർക്ക് അതുപോലെ നാശം, അവർക്കുള്ളതുപോലെ നാശം. ഇത് എഴുതിയിട്ട് ഇത് ദൈവിക വചനമാണ് എന്ന് പറയുന്നവർക്കുണ്ട്. അപ്പൊ ഇത് ദൈവിക വചനമാണ് എന്ന് എന്ന് ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾ ഉമ്മത്തിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അഹ്ലു കിതാബുകാരല്ലാത്തവരും ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ആരെങ്കിലും അങ്ങനെ എഴുതിയാൽ, ഇങ്ങനെ പുതുതായിട്ട് ചില ആൾക്കാർ എഴുതിക്കൊണ്ടുവന്നിട്ട് ഇത് ഖുറാനിലുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് പറയൂല. മറിച്ച് എന്ത് ചെയ്യും? ചില ഗ്രന്ഥങ്ങൾ ചിലർ രചിച്ചിട്ടുണ്ടാകും. ആ രചിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താണോ അത് നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഖുർആൻ പോലെ അംഗീകരിക്കണം എന്ന് നമ്മൾ പറയുന്നതല്ല എൻ്റെ അർത്ഥം. അപ്പൊ ഖുർആൻ അല്ലാത്ത ഒരു ഗ്രന്ഥവും അതിലുള്ളത് അങ്ങനെ തന്നെ അംഗീകരിക്കണമെന്ന് ആരോടും പറയാൻ പാടില്ല. പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആയിത്തീരും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥം രചിച്ച ആള് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഗ്രന്ഥം രചിച്ച ആള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് പ്രചരിപ്പിക്കുന്ന ആളായിരിക്കും അതിന്റെ കുറ്റവാളി. ഇനി അവരെന്തിനാ അത് ചെയ്യുന്നത്? അത് മുഖേന തുച്ഛമായ വിലയ്ക്ക് അതിനെ വിൽക്കുന്നതിന് വേണ്ടിയാണ്. സമനൻ കലീൽ, തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നതിന്. അപ്പൊ തുച്ഛമായ വില എന്ന് പറഞ്ഞാൽ എന്താ? ഈ തുച്ഛമായ വിലയ്ക്ക് വിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലക്ഷം രൂപയൊക്കെ പ്രതിഫലം വാങ്ങിക്കുന്നത്. ഒരു വാഴ പറയാൻ പോയാൽ 1,00,000 രൂപ തരണമെന്ന് പറയും. 5 ലക്ഷം രൂപ തന്നാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് 1 ലക്ഷം തന്നാൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖുർആൻ ഓതിയതിന്, അല്ലെങ്കിൽ ദുആയിരുന്നതിന്, അല്ലെങ്കിൽ ദിക്ർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവഹാരങ്ങൾ നടത്തിയതിന്, ആരാധനാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയതിന് വലിയ തുകയൊക്കെ പ്രതിഫലം പറ്റും. കാരണം എന്താ? ചെറിയ തുകയ്ക്ക് വിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ചെറിയ തുക എന്ന് പറഞ്ഞാൽ എന്താ? 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ? അതാണ് ചെറിയ തുക. 1 ലക്ഷം കിട്ടിയാലും അതും ചെറിയ തുകയാണ്. കാരണം വലുതേതാണ്? വലുതേതാണ്? ജന്ന, സ്വർഗമാണ് വലുത്. പരലോക പ്രതിഫലമാണ് വലുത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, അതാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും, എവർ ലാസ്റ്റിങ്ങും അതാണ്. അതിൽ കുറഞ്ഞതെല്ലാം എന്താണ്? സമനം കലീലൻ. അതൊക്കെ ഈച്ചയുടെ ഒരു തൂവല് പോലെയാണെന്നാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഈച്ച ഒന്നുമല്ല, സുബാബ് എന്ന് പറയുന്ന ഒരു ഈച്ച ഒന്നുമല്ല. ആ ഈച്ചയുടെ ഒരു ചിറക്, ഈച്ചയ്ക്ക് 2 ചിറകുണ്ടെങ്കിൽ ആ ചിറകില് എന്തായിരിക്കും? ഈച്ച തന്നെ ഒന്നുമല്ല, പിന്നെ അതിന്റെ ചിറക് എന്തായിരിക്കും അവസ്ഥ? ആ ചിറകുകളിൽ ഒരു ചിറകിന്റെ അവസ്ഥ പോലും വേറെ ഒന്നിനും, ദുന്യവിയായ ഒന്നിനും ഇല്ല. പരലോക പ്രതിഫലം ഒഴിച്ച് ബാക്കിയുള്ള ഒന്നിനും ഈ ഈച്ചയുടെ തൂവലിന്റെ അല്ലെങ്കിൽ ചിറകിന്റെ മൂല്യം പോലും ഇല്ല. അതാണ് സമനം കലീൽ എന്ന് പറഞ്ഞു. പരലോക പ്രതിഫലത്തിന് പകരമായി എന്ത് നേട്ടം ഉദ്ദേശിച്ചാൽ തന്നെ ആ നേട്ടം എത്ര തന്നെ വലിയ സംഖ്യയിൽ പറഞ്ഞാലും, ലോകവും ഭൂമിയും അതിലുള്ള മുഴുവൻ വസ്തുക്കളും എന്ന് പറഞ്ഞാലും അതിനൊന്നും യാതൊരു വിലയില്ല. അതെല്ലാം എന്താണ്? ഈ നാരുകൾ പോലെ, അല്ലെങ്കിൽ ഈച്ചയുടെ തൂവല് പോലെ, ചിറക് പോലെയാണ്. വൈലുല്ലഹും, എന്നിട്ട് ഒരു വൈല് മാത്രമല്ല അവർക്ക് കൊടുത്തത്.
വവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം. മിമ്മ അതിൽ നിന്നും, ഒന്നിൽ നിന്നും, ഏതൊന്നിൽ നിന്നും? കതബത് ഐദീഹിം, അവരുടെ കൈകൾ എഴുതിയത്. അപ്പൊ അവരുടെ കൈകൾ എഴുതിയത് കാരണം അവർക്ക് നാശം തീർന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു, വവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ, അവർ സമ്പാദിച്ചു. അപ്പൊ അവര് കരങ്ങൾ എഴുതിക്കൊണ്ടാക്കിയത് കാരണം, അവരുടെ സമ്പാദിച്ചു കൂട്ടിയത് കാരണം, അതിന് തുച്ഛമായ വിലയ്ക്ക് വിറ്റത് കാരണം നാശം 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോ ലൗകികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ആഖിറത്തിനെ നഷ്ടപ്പെടുത്തിയാൽ ഉള്ള അവസ്ഥ ഇതായിരിക്കും. وقالوا لن تمسنا النار إلا وقالوا لن تمسنا النار وويل لهم مما يكسبون എന്ന് പറഞ്ഞല്ലോ. യക്സിബൂൻ എന്ന് പറഞ്ഞപ്പോൾ ഫേല് മാറി എന്തായിരിക്കും? അസബ. ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? ഫതഹ യഫ്തഹു. അല്ല സമീ ضرب يضرب يكسب ഗറബ ഗറബ യദ്രിബു. ആരെങ്കിലും ദർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദർബ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. وقالوا لن تمسنا النار. ലൻ തമസ്സ. അപ്പോ തമസ്സയുടെ ഫേല് മാറി എന്താണ്? മസ്സ. 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 അതിന്റെ മുളാരി എന്താണ്? യമുസ്സു. യമസ്സു. യമസ്സു. അപ്പം തമസ്സ വന്ന എന്തുകൊണ്ടാ? ലൻ തമസ്സ എന്നായതെന്താ? ലെൻ വന്നത് കൊണ്ട്. ലെൻ വന്നതുകൊണ്ട്, നെസ്ബ് ചെയ്യുന്നതായ പദമായ ലെൻ വന്നത്. ഖാലു ലൻ തമസ്സന അന്നാറു. അപ്പോ ലെൻ എന്തിനുള്ളതാണ്? ഭൂതത്തിനുള്ളതാണോ ഭാവിയിലുള്ളതാണോ? ഭാവിയിൽ. ഭാവിയിലുള്ളത്. ഞങ്ങളെ സ്പർശിക്കുകയില്ല. അന്നാറു, തീ ഞങ്ങളെ സ്പർശിക്കുകയില്ല. ഇല്ല അയ്യാമൻ മാദൂദത്തൻ. ഇല്ല അയ്യാമൻ. അപ്പൊ അയ്യാം എന്താണ്? നെക്കിറയാണ്. നെക്കിറയാണ്. നിക്കിറ പറഞ്ഞാ എന്തേനി? നെക്കിറ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്. ഈ അറബി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും വിചാരിച്ചാൽ മതി കേട്ടോ. ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് നിർണിതമല്ലാത്ത നാമം, അതിൽ ചേരാത്ത നാമം, അറിയപ്പെടാത്ത നാമം. അപ്പൊ അറിയപ്പെടാത്തതായ നാമം ഉപയോഗിക്കുമ്പോൾ അതിന് നിർണിതമല്ലാത്ത അർത്ഥം വരും. അപ്പം അയ്യാമൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. എങ്ങനെയുള്ള ദിവസങ്ങൾ? ചില ദിവസങ്ങൾ. മലയാളത്തിൽ പറയുമ്പോൾ ചില എന്ന് പറഞ്ഞില്ലേ? ചില ദിവസങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാ ചില എന്ന് പറഞ്ഞത്? അവിടെ അതിൽ ചേരാതെ ഒന്നുമില്ല. ചില ദിവസങ്ങൾ പ്രത്യേകം പറഞ്ഞാത്തത് അല്ലേ? പിന്നെ പറഞ്ഞെന്താണ്? മഅദൂദത്തൻ. മഅദൂദത്തൻ. അപ്പം എണ്ണപ്പെട്ടത്. അപ്പൊ അതിന്റെ ഫീല് മാറി എന്തായിരിക്കും? ഫാഇലുൻ മഫ്ഊലുൻ ആദ്ദുൻ മഅദൂദുൻ. അപ്പൊ അയ്യാമൻ മഅദൂദത്തൻ, എണ്ണപ്പെട്ട ദിവസം, എണ്ണപ്പെട്ട ചില ദിവസം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ മാത്രം. ഒരുപാട് ദിവസമൊന്നും ഞങ്ങളെ നരകത്തിൽ ഇട്ടേക്കില്ല. ഞങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചാലും കുറച്ച് ദിവസം ശിക്ഷിക്കുള്ളൂ. അതാണ് ഖാലുലൻ തമസ്സന അന്നാറു ഇല്ല അയ്യാമൻ മഅദൂദ. അപ്പൊ ഇതെന്താണ്? നേരത്തെ പറഞ്ഞ വ്യാമോഹത്തിൽപ്പെട്ടതാണ്. ഇല്ല അമാനിയ എന്ന് പറഞ്ഞില്ലേ? കിതാബ് ഇല്ല അമാനിയ എന്ന് പറഞ്ഞു. അപ്പോ ചില വ്യാമോഹങ്ങൾ മാത്രമാണ്. അഥവാ ഞങ്ങളെ ശിക്ഷിച്ചാൽ തന്നെയും ഞങ്ങൾ കുറച്ചാൾ മാത്രമേ ശിക്ഷിക്കൂ. കാരണം എന്താ? ഞങ്ങൾ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ഇത് വേറെ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖാലത്തുൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ഞങ്ങളെല്ലാം അള്ളാന്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യില്ല, അഥവാ ശിക്ഷിച്ചാലും കുറച്ച് നാൾ മാത്രമേ ശിക്ഷിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വ്യാമോഹവും ആർക്കും വേണ്ടതില്ല എന്നാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് പോലും മകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളണം,
ഞാൻ നബിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനോ റെക്കമെൻഡ് ചെയ്യാനൊന്നും വരില്ല. അൻഖദി നഫ്സകി മിനന്നാർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? മകളോട്. എന്തിനാ പറഞ്ഞത്? എല്ലാവർക്കും പാഠമായിക്കൊള്ളാനാണ്. ഞാൻ അന്ത്യപ്രവാചകന്റെ മകളാണ്. ആപ്പാക്ക് നുബുവത്ത് കിട്ടിയത് കാരണമായി ആപ്പയെ ജനങ്ങൾ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ആപ്പയെ സേവിച്ച ആളാണ് ഞാൻ, അല്ലെ? നബിസ്വല്ലാസ്ലമയുടെ മുകളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുളന്മാരെയൊക്കെ ഇട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് പോയിട്ട് മാറ്റിയെന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ നിഴൽ പോലെ നബിയെ പിന്തുടരുന്നു എന്നാണ് പറഞ്ഞത്. നബിസ്വല്ലാസ്ലമയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയെ പോലെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത് പല പല സമയങ്ങളിൽ. അങ്ങനെ ഒക്കെ ആണെങ്കിലും നീ നിന്റെ കാര്യം നോക്കിക്കോളണം. അൻഖദി നഫ്സകി മിനന്നാർ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഒന്നും ദൈവത്തിന്റെ മക്കളെന്ന് വിചാരിച്ചിട്ടുള്ള സംഭവം എന്തായാലും പിന്നെ ഇല്ല. അന്ത്യപ്രവാചകന്റെ മകളോട് പോലും അന്ത്യപ്രവാചകൻ പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്കിക്കോളണം, നിന്നെ നരകത്തിൽ നിന്ന് നീ രക്ഷിച്ചോളണം. അപ്പൊ എന്നിട്ട് അള്ള ചോദിക്കുകയാണ്, ഖുൽ അത്തഖൽതും. അത്തഖൽതും എന്ന് പറഞ്ഞിടത്ത് ഇത്തഹദയുടെ ഒരു അലിഫ് പോയിട്ടുണ്ട്. ഇത്തഖൽതും എന്നാണ്. നമുക്കറിയാം രണ്ട് ഹംസ് ചേർന്ന് വന്നാൽ ഒരു ഹംസിന് ഉച്ചാരണം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഹംസത്തിൽ വസലായ ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് പോലും എന്ത് ചെയ്തിട്ടാണ്? കളഞ്ഞിട്ടാണ് എഴുതുക. കാരണം അത് രണ്ടും എന്താണ്? ഹംസാണ്. ഹംസത്തിൽ വസലും ഇവിടെ ഹംസത്ത് എന്താണ്? ഒറിജിനൽ ഹംസ ഡ്യൂപ്ലിക്കേറ്റ് ഹംസാണ്. അപ്പൊ അങ്ങനെയാണ്. ആണോ ഉണ്ടോ എന്നുള്ള ആയാണ്. ഇത്തഹദ സ്വീകരിച്ചു. അത്തഹത്തും ഇന്ദല്ലാഹി, അല്ലെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്ദല്ലാഹി, അള്ളാന്റെ പക്കൽ അഹദ്, കരാർ. നിങ്ങൾക്ക് ഏതെങ്കിലും കിതാബിൽ അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ നരകത്തിൽ ശിക്ഷിച്ചാൽ പോലും ഇനി അഥവാ ശിക്ഷിച്ചാലും ഏതാനും ദിവസങ്ങൾ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ എന്ന് കരാർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൻ യുഖ്ലിഫ അല്ലാഹു അഹ്ദഹു. അങ്ങനെ നിങ്ങൾ കരാർ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൻ യുഖ്ലിഫ, അഖ്ലഫ യുഖ്ലിഫ, അള്ള തന്റെ കരാറിനെ ലംഘിക്കുകയില്ല. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് ഒരു അറിവുമില്ലാത്തതാണോ നിങ്ങൾ അള്ളാന്റെ മേൽ പറഞ്ഞ് കെട്ടിച്ചമയ്ക്കുന്നത്, അള്ളാന്റെ മേൽ പറഞ്ഞൊപ്പിക്കുന്നത്? അം തഖൂലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ മേൽ പറഞ്ഞു വെക്കുകയാണോ? മാ ലാ തഅലമൂൻ, ഒരു വിവരമില്ലാത്തത്, നിങ്ങൾക്കൊരു അറിവുമില്ലാത്തത്. ബല, അതെ അതെ. മൻ കസബ സയ്യിഅതൻ, ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, വഅഹാതത് ബിഹി ഖതീഅതുഹു, പിന്നെന്ത് ചെയ്തു? പാപം അവനെ അഹാത, അഹാതത് ബിഹി, അവനെ വലയം ചെയ്തു. എന്ത്? തിന്മ, ഖതീഅത്ത്. ഉലൈക അസ്ഹാബുന്നാർ, അവരാണ് ആര്? അസ്ഹാബുന്നാർ, നരകത്തിന്റെ അവകാശികൾ. സാഹിബ് എന്ന് പറഞ്ഞാൽ, സഹിബ എന്ന് പറഞ്ഞാൽ സഹവസിച്ചു, ചേർന്ന് നിൽക്കുന്നവൻ എന്നാണ്. ചേർന്ന് നിൽക്കുന്നവൻ, ഉടമ എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനയുടെ ഉടമ. സാഹിബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടുടമ, വീട്ടുകാരൻ. അസ്ഹാബുന്നാർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഏറ്റവും അടുത്ത ആള്, ഏറ്റവും നരകത്തിന്റെ അവകാശി ആരാണ്? മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു. ഇവിടെ തിന്മയെ കുറിക്കാൻ വേണ്ടി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു. ഒന്ന് സയ്യിഅത്ത്, മറ്റൊന്ന് ഖതീഅത്ത്. അപ്പൊ ഖതീഅത്തും സയ്യിഅത്തും രണ്ട് പദം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് എന്താണ്? വൻ പാപവും മറ്റൊന്ന് ചെറുപാപവുമാണ്. അപ്പൊ വൻ പാപം ഏതാണ് ആയിരിക്കും? വൻപാപം അല്ല, അങ്ങനല്ല. വൻപാപം എന്താണ്? എന്താണ് വൻപാപം? ശിർക്കാണ് ഏറ്റവും വലിയ പാപം. ഇന്ന ശിർക ലദുൽമുൻ അദീം. അപ്പോ അതേപോലെ തന്നെ വൻപാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വൻപാപങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? അശ്ശിർക്കു ബില്ലാഹ്, അള്ളയിൽ മറ്റൊന്നിനെ പങ്കു ചേർക്കൽ.
അപ്പൊ ആരെങ്കിലും അപ്പൊ ഇത് രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും, നമ്മൾ അതിലെ ഏത് പദമാണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും രണ്ട് പദം സിനിമയെ സൂചിപ്പിക്കാൻ വേണ്ടി രണ്ട് പദം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന്റെ ആശയം പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത് ഒന്ന് മഹാപാപവും ഒന്ന് അതിന് താഴെയുള്ള ചെറുപാപങ്ങളുമാണ്. അപ്പം സയ്യാത്ത് എന്നുള്ളത് അത് ആ രീതിയിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും അപ്പൊ ഷിർക്കുണ്ടായി, ഒരാൾ ഷിർക്കുണ്ടായിരിക്കുകയും അല്ലെങ്കിൽ അയാളോട് ഷിർക്ക് ചെയ്യുകയും മറ്റ് പാപങ്ങൾ അയാളെ വലയം ചെയ്ത് അയാളുടെ ജീവിതത്തിൽ മറ്റു പാപങ്ങൾ കൊണ്ട് മുഖരിതമാണ് അയാളുടെ പ്രവർത്തന ജീവിതമെങ്കിൽ, പാപമംഗിലമാണ് അയാളുടെ ജീവിതമെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ അവകാശം. പിന്നെ അയാൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. തൗബ ചെയ്താൽ അയാൾക്ക് വീണ്ടും നല്ലയാളായിട്ട് ജീവിക്കാം. അതല്ലെങ്കിൽ അയാൾ എന്താണ്? ഹും ഫീഹാ ഖാലിദൂൻ, അങ്ങനെയുള്ളവർ നരകത്തിൽ forever. അപ്പോഴും സയ്യത്താണ് വലിയ പാപം, വൻപാപം? അല്ല, ഇത് രണ്ടും തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. സയ്യത്തായിരുന്നാലും ഖത്തിയത്തായിരുന്നാലും ചില പണ്ഡിതന്മാർ പറഞ്ഞ് സയ്യത്താണ് വലിയ പാപം, രണ്ടാമത്തെ ഖത്തിയത്ത്. അപ്പൊ നമുക്കിവിടെ രണ്ടും വേർതിരിച്ചറിയുന്ന അടയാളങ്ങളൊന്നും ഇല്ല. ഇത് രണ്ടെണ്ണവും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്ന് വൻപാപത്തെ കുറിച്ചും മറ്റൊന്ന് ചെറുപാപങ്ങളെ കുറിച്ചുമാണ്. ഒരാൾ ഷിർക്ക് ചെയ്യുകയും അയാളുടെ ജീവിതം പാപമംഗിലവുമാണ് എങ്കിൽ അയാള് അസ്ഹാബുന്നാറാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൽ തന്നെയാണ്. എന്താണ് അസ്വ ഉന്നെന്ന് പറയില്ല. സൂപ്പർലേറ്റീവിന് തൻവീൻ ഇല്ലല്ലോ. കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പഠിക്കണം. എല്ലാം നമ്മൾ അടയാളം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടയാളം ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മാണ് തൻവീനാണെന്നൊക്കെ മനസ്സിലാക്കും. ആ വാക്ക് മനസ്സിലായില്ല, അതാണ്. നേരത്തെ പറഞ്ഞായിരുന്നു നമ്മള്. ഹുവ ആരാണ് ചോദിച്ചത്? ഓക്കെ, ആരും ആയിക്കോട്ടെ. നേരത്തെ പറഞ്ഞു സയ്യഅത്ത് എന്ന് പറഞ്ഞപ്പോ എന്താ? ഫഹുവ സയ്യിഅൻ എന്ന് ആദ്യം പറഞ്ഞു. സാഅ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തു അല്ലെങ്കിൽ മോശമായി അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി ചെയ്തു. ഫഹുവ സയ്യിഅൻ എന്ന് പറഞ്ഞാൽ മോശം പ്രവൃത്തി അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ സയ്യിഅൻ. വഹിയ സയ്യിഅത്തുൻ, പാപം ചെയ്യുന്നവൻ സയ്യിഅെന്നും പാപത്തെ കുറിച്ചും സയ്യിഅ എന്ന് പറയും. അപ്പൊ ഫഹുവ എന്ന് പറഞ്ഞ എന്തിനാണ്? ഈ നേരത്തെ പറഞ്ഞ സാഅ എന്ന ഫിഅലാണ്. ആ ഫിഅലിന്റെ ഫാഇലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ഇസ്മുൽ ഫാഇൽ പറയാൻ വേണ്ടിയാണ് ഫഹുവ സയ്യിഅൻ എന്ന് പറഞ്ഞത്. മനസ്സിലായ? പിന്നെ വഹിയ സയ്യിഅത്തുൻ എന്ന് പറഞ്ഞാൽ അപ്പോ ഇസ്മു ഫാഇലിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ സൂചിപ്പിക്കാൻ വേണ്ടി സയ്യിഅൻ എന്ന് ഫഹുവ പറഞ്ഞത് കർത്താവിനെ സൂചിപ്പിക്കാൻ വേണ്ടി. വഹിയ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? കർത്താവിനെ സ്ത്രീലിംഗമാക്കുന്നത് എങ്ങനെയാണ്? അതിനാണ് സയ്യിഅത്തുൻ എന്ന് പറഞ്ഞത്. വഹുവ അസ്വഉ എന്ന് പറഞ്ഞപ്പോ നേരത്തെ ഹുവ പറഞ്ഞല്ലോ, പിന്നെ രണ്ടാമത് പറയുന്നത് ഹംസ് വരുന്നത് എന്ത് നാമമായിരിക്കും? ആദിക്കത്തെ. അപ്പൊ സൂപ്പർലേറ്റീവിന് അസ്വ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ അലിഫും ഹംസും ഒക്കെ വരുമ്പോൾ ക്രിയയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന്റെ ഘടനയിൽ പട്ടികയിൽ മാറ്റങ്ങൾ. ഇതെന്തിനാണ് നമ്മൾ ഇതുകൂടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വാക്ക് നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ഇതേപോലെ കാണും. അപ്പൊ നമ്മൾ ഫത്തഹ നോക്കിയാൽ ഫഹുവ ഫാത്തിഹൻ എന്ന് കാണില്ല. കാരണം എന്താണ്? അത് ക്ലിയർ ആണ്. ഫത്തഹയിൽ ഫാത്തിഹ എന്ന് മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ എഴുതൂല്ല അത്. അപ്പൊ സാ എന്നതിൽ ഫഹുവ സയ്യിഅൻ, സായുടെ കർത്താവ് ഇസ്മു ഫാഇൽ സയ്യിഅ എന്നാണ് വരിക. അതേപോലെ വഹുവ അസ്വഉ, സയ്യിഅന്റെ സൂപ്പർലേറ്റീവ് നോക്കുമ്പോഴത്തേക്കും അസ്വ എന്നാണ് വരിക. അപ്പൊ അവിടെയൊക്കെ യാ മാറിയിട്ട് വന്നു. സാ വന്നിടത്ത് സയ്യിഅ എന്നാണ് വന്നത്, യാ വന്നു. ഇവിടെ അസ്വ വന്നപ്പോൾ വാ വന്നു. കാരണം നമുക്കറിയാം ഇടയിൽ ദുർബലാക്ഷം വരുന്നത്, ദുർബലാക്ഷങ്ങൾ വാവ് അലിഫ് യാ ഇങ്ങനെ മാറി വരും. ഓക്കെ,
അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമാണ് ബാക്കി പറയുന്നത്. അപ്പൊ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വിഭാഗത്തെ കുറിച്ച് പറയല് സ്വാഭാവികമാണ്. അതനുസരിച്ചാണ് ഉലായിക അസ്ഹാബുന്നാർ എന്ന് പറയുമ്പോൾ അസ്ഹാബുൽ ജന്നയെ കുറിച്ച് പറയണം. അപ്പൊ അസ്ഹാബുൽ ജന്ന ആരാണ്? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തിന്റെ അർത്ഥം എന്താ? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിച്ചവരും എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വസിച്ചവരും എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ഒരു വിഭാഗം. ഒരു വിഭാഗം. അല്ലാതെ വിശ്വസിച്ചവർ രക്ഷപ്പെടും, നല്ല പ്രവൃത്തി ചെയ്തവർ രക്ഷപ്പെടും, രണ്ട് വിഭാഗമല്ല, ഒരല്ലദീനേ ഉള്ളൂ. ആ അല്ലദീനയിൽപ്പെട്ടതാണ് ആമനു വ അമിലു. വിശ്വസിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവരാണ് രക്ഷപ്പെട്ടവർ. വിശ്വാസം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല, സൽക്കർമ്മം കൊണ്ട് മാത്രവും രക്ഷപ്പെടുക. സൽക്കർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളുടെ അതുപോലെയാണ്. കസറാബിന്റെ ഖിയാഫിൻ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹു ളംആനു മാഅ, അത് ദാഹാർത്ഥം വിചാരിക്കും അത് വെള്ളമാണ്. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈഅ, അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ചുക്കുമില്ല, വെള്ളം പോയിട്ട് അവിടെ ഒരു ചുക്കുമില്ല. ലം യജിദുഹു ശൈഅ. മാത്രമല്ല ഫവജദല്ലാഹ ഇൻദഹു വവഫാഹു ഹിസാബഹു, അല്ലാഹ് അവിടെ കാണുകയും അവിടെ നിന്ന് ഹിസാബ് എല്ലാം കണക്ക് തീർത്ത് വാങ്ങിക്കുകയും ചെയ്യും. വേറെ സ്ഥലത്ത് പറഞ്ഞത് വല്ലദീന കഫറു അഅമാലുഹും, സത്യനിഷേധികളുടെ പ്രവർത്തനം കൊടുങ്കാറ്റുള്ള ദിവസം, കാറ്റടിക്കുന്ന ദിവസം കൂട്ടിയിട്ട ചാരക്കൂന പോലെയാണ്. കാറ്റുള്ള ദിവസം ചാരം കൂട്ടിയിടാൻ പറ്റുമോ? ചാരം പറന്നു പോകും. ചാമ്പൽ അത് പറന്നു പോകും കാറ്റുള്ള ദിവസം. അതേപോലെയാണ് അല്ലദീന കഫറു അഅമാലുഹും, സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ. ഈ സൂറത്തിൽ തന്നെ വേറെ ഉദാഹരണങ്ങൾ പിന്നും വരുന്നുണ്ട്. അപ്പൊ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പരിഗണനയുമില്ല. അവർക്ക് പരിഗണന ഉണ്ടെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം. അതുകൊണ്ടാണ് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അപ്പൊ സൽക്കർമ്മങ്ങൾ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം. എന്തുകൊണ്ടാ സൽക്കർമ്മങ്ങൾ പരിഗണിക്കണമെങ്കിൽ ഈമാൻ വേണമെന്ന് പറയുന്നത്? പടച്ച റബ്ബിനെ ഒഴിവാക്കിയിട്ട് പടച്ച റബ്ബിനോടുള്ള കടമ നിർവഹിക്കാതെ മറ്റുള്ളവരോടുള്ള കടമ നിർവഹിച്ചാൽ റബ്ബ് എങ്ങനെ അവർക്ക് പ്രതിഫലം കൊടുക്കും? അല്ലെ? റബ്ബിനോടുള്ള കടമ ആദ്യം നിർവഹിക്കണം. റബ്ബിനെ കണ്ടെത്തുകയും അള്ളയെ മനസ്സിലാക്കുകയും തന്നെ സൃഷ്ടിച്ചതാരെന്ന് മനസ്സിലാക്കുകയും ഖാലിഖിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തിട്ടാണ് പിന്നെ അമലു സാലിഹാത്ത്. അല്ലാതെയുള്ള ഒരു അമലിനും നേരത്തെ പറഞ്ഞതുപോലെ മൂല്യമില്ല, ഒരു മൂല്യവുമില്ല. അതിനായിരിക്കണം ബേസ്. ദൈവത്തെ കണ്ടെത്തിയിട്ട് ആ ദൈവത്തിനോടുള്ള കടമ നിർവഹിക്കുകയും അതിന് കീഴിൽ ദൈവ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മറ്റു പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് പരിഗണന ഉണ്ടാവുക. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് ജന്നയുടെ ആൾക്കാർ, സ്വർഗത്തിൽ ആൽ ജന്ന എന്നുള്ളത്. ഹും ഫീഹാ ഖാലിദൂൻ, അവര് ടെമ്പററി ഒന്നുമില്ല, അവിടെ ടെമ്പററി അല്ല, അവിടെ പെർമനന്റ് ആണ്. അബദൻ വേറെ സ്ഥലത്ത് പറഞ്ഞു. അള്ളാഹുവോടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ, ദൈവ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇമാൻകാരി ഇസ്ലാംകാരിയായിരിക്കും. ഇമാൻകാരി ഇസ്ലാംകാരി അള്ളാന്റെ കൽപ്പനകളാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതി ഇതിൽ ജിന്നത്തി വന്നാസ് വരെയുള്ളത്. ഇമാൻകാരി ഇസ്ലാംകാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ തൂണുകളാണ്. തൂണുകൾ പില്ലറും ബീമുമാണ്. എന്ത് ബീമുകളുമാണ് ഇസ്ലാം. പില്ലറും ബീമും ചെയ്താല് നിങ്ങൾ ഒരു ബിൽഡിങ് പൂർത്തിയാവുമോ? പൂർത്തിയാവില്ല. അവിടെ ചുവര് വേണം, പിന്നെ വാതിൽ വേണം, ജനൽ വേണം, അഴികൾ വേണം, ഗ്രില്ലുകൾ വേണം, മേൽക്കൂര വേണം, പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതിയുണ്ട്. അപ്പൊ അതാണ് അള്ളാന്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ, ദൈവിക ഗ്രന്ഥം. ദൈവിക ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു? അതാണ് അള്ളാന്റെ കൽപ്പന. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ,
അഹദ്ന മീസാഖ്. മീസാഖ് എന്താണ്? ഉറപ്പ്. ഉടമ്പടി. കരാറ്. അതിന്റെ ബഹുവചനമാണ് മീസാഖിന്റെ ബഹുവചനം മൗസിക്ക്. മൗസിക്ക് ഏകവചനമാണ്. മവാസിഖ്. അഖദ്ന മിൻകും മീസാഖൻ ഗലീള എന്നാണ് പറയുന്നത്. അഖദ്ന മിൻകും മീസാഖൻ ഗലീള. അപ്പൊ കരാറാണ്. മൗസിഖ് മവാസിഖാണ്. മീസാഖ ബനി ഇസ്രായേൽ, നാം ബനു ഇസ്രായേലുകാരുടെ കരാർ വാങ്ങിയ സന്ദർഭം. എന്താണ് ആ കരാറിലുണ്ടായിരുന്നത്? ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വഖൂലു ലിന്നാസി ഹുസ്നൻ വഅഖീമുസ് സ്വലാ വആതുസ് സക്കാ. അപ്പം അള്ളാഹ് കരാർ വാങ്ങിയത്, ബനു ഇസ്രായേലുകാരോട് അള്ളാഹ് കരാർ വാങ്ങിയത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഖുർആൻ ആദ്യന്തം വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തണം കേട്ടാ. ഇതുവരെ വായിച്ചേക്ക്, ഇതുവരെ പഠിച്ചേക്ക്, ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഈ പറയുന്ന ഈ ആയത്തിലും അടുത്ത ആയത്തിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആയത്തിലും അതിന് ശേഷം വരുന്ന ആയത്തുകളിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൂടാതെയും വേറെയും കരാറുകൾ വാങ്ങിയിട്ടുണ്ട്. ആ കരാറുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ആ കരാറുകളൊക്കെ നമ്മളും പാലിക്കേണ്ടതാണ്. കാരണം എന്താ? അത് അവരോട് കരാറായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളോടും പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നത്? ഒന്നാമത്തെ എന്താ? അഖദ്ന മീസാഖ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹയല്ലാതെ ആരാധിക്കുകയില്ല എന്നാണ് കരാർ. ലാ തഅബുദൂന കേട്ടോ. ട്രാൻസ്ലേഷൻ പരിഭാഷപ്പെടുത്താൻ പറയുമ്പോൾ വ്യാകരണം അനുസരിച്ചാണ് പരിഭാഷപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മാർക്ക് വെട്ടിക്കളയും. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ ഒന്നാമത്തെ കരാർ എന്താണ്? ഖാലിഖിനോടുള്ള കരാറാണ്, സൃഷ്ടാവിനോടുള്ള കരാർ. സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് ഒന്നാമത്തെ കരാർ. കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളയോടുള്ള കരാർ. അതാണ് ഇബാദത്തിന് വേണ്ടിയാണ് അള്ളാഹ് നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. അഅ്ബുദൂൻ എന്നാണ്. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ ജിന്നുകളെയും മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് കരാറിലെ ഒന്നാമത്തെ ഇനം, ഒന്നാമത്തെ ഗണ്ണിക. അപ്പോ സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് ഒന്നാമത്തെ ഇനം, കരാറിലെ ഒന്നാമത്തെ ഇനം. ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് സൃഷ്ടികളോടുള്ള ബാധ്യത. ഒന്ന് ഖാലിഖിനോടുള്ള ബാധ്യത, രണ്ട് മഖ്ലൂഖുകളോടുള്ള ബാധ്യത. മഖ്ലൂഖുകളോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തെ എന്തായിരിക്കും? ബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് സുഹൃതമായി പെരുമാറണമെന്നും മാതാപിതാക്കളോട് ഇഹ്സാൻ വേണമെന്നും. അപ്പൊ നീട്ടി വലിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ബിൽ വാലിദൈനി ഇഹ്സാന, ബിൽ വാലിദൈനി ഇഹ്സാന. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വൻ പാപങ്ങൾ എണ്ണിയെന്ന് പറഞ്ഞു. വൻ പാപങ്ങൾ എണ്ണിയപ്പോൾ അശ്ശിർക്ക് ബില്ലാ പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞത് ഹുഖൂഖുൽ വാലിദൈൻ എന്ന് പറയും. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അപമര്യാദ പെരുമാറൽ എന്താണ്? വൻ പാപത്തിൽപ്പെട്ട. ഇവിടെ എന്ത് പറഞ്ഞു? ബിൽ വാലിദൈനി ഇഹ്സാന. കരാർ വാങ്ങിയപ്പോ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും. അപ്പൊ ഇത് ബനി ഇസ്രായേലുകാർക്ക് മാത്രം ബാധകമായതാണോ? അല്ല. സൂറത്ത് ബനി ഇസ്രായേലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പല സ്ഥലങ്ങളിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അതേപോലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ബിൽ വാലിദൈനി ഇഹ്സാന. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഖുറാനിൽ എന്തുകൊണ്ടാണ് ഈ ബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞത്, അല്ലേ? 21-ാം നൂറ്റാണ്ട് എപ്പോഴും നമുക്ക് മനസ്സിലായി. 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലായില്ലേ? 2 നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാരൊക്കെ ഇല്ലേ നമ്മളെ കൂട്ടത്തിൽ? 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചവരില്ലേ? ഞാൻ 2 നൂറ്റാണ്ട് എന്തായാലും ജീവിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് ഗുണം ചെയ്യാൻ, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് ഖുർആൻ അടിക്കടി ആവർത്തി പറയുന്നത്? ഇനിയും എന്താണ്, ഇനിയും അവസ്ഥകൾ മോശമായിക്കൊണ്ടേ വരികയുള്ളൂ. അവസ്ഥകൾ ഇനിയും മെച്ചപ്പെടാൻ പോകുന്നില്ല, വീണ്ടും മോശമായിക്കൊണ്ടേ വരും. അതുകൊണ്ടാണ് ഈ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നും അള്ളാഹു അവരോട് കരാർ വാങ്ങിയിട്ടുണ്ട്. വദിൽ ഖുർബ. അപ്പോ പിന്നെ നന്മയിൽ വർദ്ധിക്കേണ്ടത് മാതാപിതാക്കളോട് മാത്രമല്ല, വദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും. ഖുർബ ബന്ധുത്വം, ഉള്ള ബന്ധുത്വമുള്ളവരോടും. വൽ യതാമ. യതാമയുടെ ഏകവചനം എന്താണ്? യതീമിന് വേറെ ഒരു ബഹുവചനമുണ്ട്, ഐത്താം. യതാമ എന്ന് പറയാം, ഐത്താം എന്ന് പറയാം. അപ്പോ നേരത്തെ ഐത്താമുൻ നേരത്തെ എഴുതി തന്നതില് ഇല്ലേ? ചിലപ്പോ കാണും, ഇല്ലെങ്കിൽ നോക്കാം. ഐത്താമുൻ, ഐത്താമുൻ. ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞത് സൃഷ്ടാവിനോടുള്ള ബാധ്യത. രണ്ടാമത് ബാക്കിയുള്ളതെല്ലാം എന്താണ്? മഖ്ലൂക്കിനോടുള്ള, സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ് പറയുന്നത്. അപ്പൊ സൃഷ്ടികളോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളോടുള്ള ബാധ്യത തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളയോടുള്ള ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ വേറെ ഒരു നന്മയും പരിഗണിക്കില്ല. അപ്പൊ നമ്മൾ മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്തിട്ട് കാര്യമില്ല. അതെന്താവും? ലാപ്സായി പോകും. അതുകൊണ്ട് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കഴിഞ്ഞിട്ട് സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞതുപോലെയാണ്. പിന്നീട് അടുത്ത ആരാണ്, അവരോടാണ് നമുക്ക് ബാധ്യതയുള്ളത്. അതിൽപ്പെട്ടതാണ് ദിൽ ഖുർബ എന്ന് പറഞ്ഞു, ബന്ധുത്വമുള്ളവർ. അപ്പൊ ബന്ധുത്വത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരോടാണ്? അവരോട് നമുക്ക് ഏറ്റവും കടമകൾ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ദിൽ ഖുർബ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പ്രയോറിറ്റി നോക്കിയാൽ മതി. ആദ്യം ഖാലിഖിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് മഖ്ലൂക്കുകളെ കുറിച്ച് പറഞ്ഞു. മഖ്ലൂക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ബന്ധുത്വം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ അതേപോലെ ക്രമം വെച്ച് നോക്കിയാൽ ബന്ധുത്വത്തിൽ നമ്മോട് അടുത്ത് നിൽക്കുന്നത് ആരൊക്കെയാണോ അവരോടാണ് കൂടുതൽ ബാധ്യതയുള്ളത്. അകന്നു നിൽക്കുന്നവരോട് കുറഞ്ഞ ബാധ്യതയാണ് ഉള്ളത്. ഒരു അവശബ്ദം വിട്ടുണ്ട്, കേൾക്കുന്നില്ല. ശരിയായോ? ഓക്കെ. വൽ യതാമ, യതീം പറഞ്ഞു. വൽ മസാക്കീൻ, മസാക്കിന്റെ ഏകവചനം എന്താണ്? മിസ്കീനുന്റെ ബഹുവചനം എന്താണ്? മസാക്കീനു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തന്മീൻ വരില്ല എന്ന് പറഞ്ഞു. അതെ, തന്മീൻ വരാത്തതിന് കെസ്റും വരില്ല എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഇവിടെ കെസ്റുണ്ടല്ലോ. ഈനയുടെ രൂപത്തിലല്ലേ വന്നേ? ഈനയല്ല ഇത്. മിസ്കീനും മസാക്കീനും ഒറിജിനൽ ആണ് കേട്ടോ. മിസ്കീനിന് യായുണ്ട്. മിസ്കീൻ
അതിൽ നിന്നാണ് മസാക്കീനു വന്നത്. മസാക്കീനു വരുമ്പോൾ അത് ഒരു ലമ്മുള്ള പദമാണ്. അതേസമയം ആ ഒരു ലമ്മുള്ള പദം, ഒരു ലമ്മ് മാത്രമുള്ള പദത്തിന് കെസർ വരികയില്ല. അതേസമയം അതിന് അൽ വന്നാൽ കസർ അൽ ചേർന്നാൽ കസൂർ. അൽ മസാക്കി. അതുകൊണ്ടാണ്. അതേപോലെ ഒന്നിൽ അൽ വരിക, അല്ലെങ്കിൽ തൊട്ട് ശേഷമുള്ളതിനോട് ബന്ധപ്പെടുത്തി പറയുക. വഖൂലു ലിന്നാസി ഹുസ്ന. അപ്പോ ആദ്യം പറഞ്ഞത് പ്രവർത്തനങ്ങളാണ്. ആദ്യം പറഞ്ഞത് പ്രവർത്തി, അള്ളയോടുള്ള ബാധ്യത, ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ബിൽ വാലിദൈനി ഇഹ്സാന, നന്മയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞു. അതൊക്കെ എന്താണ്? അമലുകളാണ്. പിന്നീടെന്ന് പറഞ്ഞു, പിന്നെ ഖൗലിനെ കുറിച്ച് ഖൂലു ലിന്നാസി ഹുസ്ന. ഇതെല്ലാം അള്ളാഹ് കരാർ വാങ്ങിയതാണ് ബനൂ ഇസ്രായേലുകാരോട്. നമുക്കും ഇത് ബാധകമാണ്. ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ ഖുർആനിലുള്ള നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അപ്പൊ എന്താണ്? നമ്മുടെ പ്രവർത്തനം മുഴുവൻ നന്നാക്കാനും, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും കാരണം എന്താണ്? ഖൗലൻ സദീദാണ്, നേരായ വാക്ക് പറയല്. അപ്പൊ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. സദീദിന്റെ അർത്ഥം നേരായാനാ? നേരായത്. ഷദീദ് അല്ല, സദീദ്. സദീദ്. അപ്പൊ അതിന്റെ ഏകവചനം സദ്. സദീദ് ഒരു ഏകവചനമാണ്. അത് വേറെ. അത് ഷീനുള്ളത്. ഇത് സദീദ്. സായാണോ? സീന് ദാല് യാ ദാല് സദീദ്. ഖൂലു ഖൗലൻ സദീദ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അത് കഴിഞ്ഞിട്ട് ഇന്ന അറദ്ന ലമാമത്ത് അല സമാവാത്ത്, സൂറത്തുൽ ഹശറാണ്. അപ്പോ പിന്നീട് ആ കൗലാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? നന്മയിലേക്കും നമ്മളെ പാപങ്ങൾ പുറത്തിടാനും കാരണബോധമായി തീരുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒന്ന് നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സംസാരിച്ച നല്ലത് വേണം പറയാൻ, ഇല്ലെങ്കിൽ ഇല്ലായിരിക്കുക. അതേപോലെ തന്നെ കൗലൻ വാക്ക്, വചനം എന്നൊക്കെ ഉണ്ട്. അല്ലല്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഔ ലിയസ്മുത്. ഇത് നിങ്ങൾക്ക് പകുതി കേട്ടാലും, പകുതി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുതാൻ നിൽക്കണ്ട. പകുതി കേട്ടാലും ബാക്കി എന്ത് ചെയ്താൽ മതി? ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. അടിച്ചു നോക്കാൻ പറ്റില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് സ്വരം സ്വീകരിക്കും. ഇപ്പോ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് മലയാളം, അറബിയും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൗണ്ട് ടൈപ്പ് ചെയ്യാം, സംസാരിച്ചാൽ ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ AI എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഖൂലു ലിന്നാസി ഹുസ്ന. അപ്പൊ വാക്കിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഹുസ്ന എന്നത് നന്മ എന്ന് പറയോ? നന്മ. അപ്പൊ സയ്യത്തിന്റെ ഓപ്പോസിറ്റ് ഹസനത്ത്. ഹസനത്തും നന്മ. അതെ, ഹസന നന്മ ചെയ്തു. ഹസുന നന്മ ചെയ്തു. ഹുസ്നുൻ നല്ലത്. ഹസുന എന്നല്ല, സീനിന് വമ്മാലേ. ഹസുന അത് ഫെയിലായിട്ട് വരുമ്പോ സീനിന് ലമ്മാണ്. ഹുസ്ന എന്ന് പറയുമ്പോൾ സീനിന് സുക്കുനാണ്. പിന്നീട് അമല് പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത്? നേരത്തെ അമല് പറഞ്ഞ സമയത്ത് ബിൽ വാലിദൈനി ഇഹ്സാനൊക്കെ പറഞ്ഞു. ബിൽ വാലിദൈനി ഇഹ്സാനം പറഞ്ഞു, ബിൽ ഖുർബ വൽ യതാമ വസാക്കിന. പിന്നെ ഖൗല് പറഞ്ഞു. അതിനുശേഷമാണ് അഖീമു സ്വലാത്ത് ആത്തു സക്കാത്തൊക്കെ പറഞ്ഞു. എന്ന് വിചാരിച്ച് ഇതിന് പരിഗണന ഇല്ല എന്നല്ല, മറ്റേതിന് പ്രാധാന്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് മുമ്പേ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും നമസ്കരിച്ചാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കും.
ജക്കാത്ത് കൊടുത്താൽ എല്ലാം തീർന്നു വിചാരിക്കും. അപ്പൊ നമസ്കരിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ അതർ ആക്ടിവിറ്റീസ്, മറ്റ് പ്രവർത്തനങ്ങൾ പാളിച്ചുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അയാളുടെ വാക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. വാക്കിൽ തെറ്റുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അഖീമു സ്വലാത്ത എന്ന് പറഞ്ഞ അമല് പിന്നീട് പറഞ്ഞത്. അപ്പൊ ഈ അഖീമു സ്വലാത്ത എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം നമുക്ക് ബാധകമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഖുർആനിൽ നിരുപാധികം തന്നെ പറഞ്ഞു അഖീമി സ്വലാത്ത ലിദിക്രി, എനിക്ക് വേണ്ടി, എന്നെ സ്മരിക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. വആതു സകാത്ത ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും എന്ന് പറഞ്ഞു. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഫരീഖതൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള നിർബന്ധമായ കടമയാണെന്ന്. അപ്പൊ അതവിടെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബനീ ഇസ്രായേൽക്കാരെ നിന്ന് കരാർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇത്? ഉമ്മത്ത് മുസ്ലിമയ്ക്ക് മാത്രമല്ല, അതിന് മുമ്പുള്ള ശരീഅത്തിലും ഇതുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും നമസ്കാരം, സക്കാത്തും ഹജ്ജും ഒക്കെ ഉണ്ടായിരുന്നു. സുമ്മ തവല്ലൈത്തും, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കരാർ വാങ്ങി. ഇത് അഖ്ദനാ മീസാഖക്കും, ഇത് അഖ്ദനാ മീസാഖ ബനീ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽക്കാരിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം. ഈ കരാറുകളെല്ലാം ബനൂ ഇസ്രായേൽക്കാരിൽ നിന്നും നാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സുമ്മ തവല്ലൈത്തും, അല്ലയോ ബനൂ ഇസ്രായേൽക്കാരെ, സുമ്മ തവല്ലൈത്തും, പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. എല്ലാവരുമല്ല, ഇല്ലാ ഖലീലൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള കുറച്ചു പേരൊഴിച്ച്. അപ്പൊ എല്ലാ ബനൂ ഇസ്രായേൽക്കാരും തെമ്മാടികളും പാപികളുമായിരുന്നില്ല. മറിച്ച് എന്താണ്, കുറച്ചു പേര് നല്ലവരുമുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പിന്തിരിഞ്ഞു കളഞ്ഞു. അൻതും മുഅ്രിദൂൻ, എങ്ങനെ പിന്തിരിഞ്ഞു കളഞ്ഞു? അൻതും മുഅ്രിദൂൻ, മുഅ്രിദൂന്റെ ഫേല് മാലി എന്താ? അവഗണിച്ചു. അപ്പൊ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് വായിക്കേണ്ട ഭാഗം. അവഗണിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിൽ നിന്നും പിന്തിരിഞ്ഞു അല്ലേ? കുറച്ച് ആൾക്കാർ പിന്തിരിഞ്ഞെന്നാ പറഞ്ഞത്. കുറച്ചുപേര് ഒഴികെ നിങ്ങളിൽ കുറച്ചു പേർ. കുറച്ചു പേരാണ് പിന്തിരിഞ്ഞത്. അല്ല, പിന്നെ കുറച്ചുപേരാണ് വിശ്വസിച്ചത്. കുറച്ചു പേര് ഒഴികെ ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു. പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ലാ ഖലീലൻ, കുറച്ചു പേരൊഴികെ. കുറച്ചുപേരൊഴികെ ആവുമ്പോ ബാക്കി കുറച്ചു പേരല്ലേ? കുറച്ചു പേരൊഴികെ ബാക്കി കുറച്ചു പേരെന്നാ? ബാക്കി എല്ലാവരും കൂടുതൽ പേരുണ്ടാവും. ബാക്കി എല്ലാവരും ബാക്കി കൂടുതലാണ്. കുറച്ചൊഴിച്ചാ ബാക്കി കൂടുതലല്ലേ? കുറച്ചു പേർ ഒഴികെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ആക്ടിവിറ്റി എന്താ പറഞ്ഞത്? ഈ മീസാക്ക്, അഹദ് ഒക്കെ ഉള്ള പദങ്ങൾ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് നോക്കുക. ബനൂ ഇസ്രായേൽക്കാരിൽ നിന്ന് എന്തൊക്കെ കരാറാണ് വാങ്ങിയത്? ഇപ്പൊ പറയണ്ട. ചോദ്യം നിങ്ങൾ ഉത്തരം തയ്യാറാക്കി അയക്കണം അസൈൻമെന്റ് ഗ്രൂപ്പിൽ. മലയാളത്തിൽ ഏത് ഭാഷയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഹിന്ദിയിലൊക്കെ എഴുതിയാൽ എനിക്ക് മനസ്സിലാക്കാൻ പാടില്ല. മലയാളത്തിലോ അറബിയിലോ എഴുതിയാലും മതി. കോപ്പി അടിക്കാനല്ല പറഞ്ഞത്. പിന്നെന്താണ്? മീസാക്ക് വെച്ചാൽ സെർച്ച് ചെയ്താലും കിട്ടും, അഹദ് വെച്ച് സെർച്ച് ചെയ്താലും കിട്ടും. കരാറ് അതെങ്ങനെയാ?
അറിയൂല. കണ്ടുപിടിക്കുക നിങ്ങൾ എങ്ങനെയാണെന്ന്. മീസാക്കും ഇവിടെ പറഞ്ഞ അഹദിന മീസാക്കും എന്നല്ലേ പറഞ്ഞു. ഗൂഗിളിലാണോ? നിങ്ങൾ ഖുറാന്റെ ആപ്ലിക്കേഷൻ എടുക്കുക. ആയാത്ത് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മള്. ആയാത്ത് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉള്ള ലിങ്ക് നേരത്തെ കിട്ടിയതൊന്നും പോസ്റ്റ് ചെയ്ത് കൊടുത്തു. നേരത്തെ തന്നില്ലായിരുന്നു. ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞില്ലേ? ആയാത്ത് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നല്ല ആപ്ലിക്കേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് പാരായണം കിട്ടും, അതേപോലെ തഫ്സീർ, അറബി തഫ്സീറൊക്കെ കിട്ടും, മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കിട്ടും. മലയാളം നമ്മൾ നോക്കണ്ട, നമ്മൾ അറബി നോക്കണം. തഫ്സീർ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് അതിന്റെ അർത്ഥം കിട്ടൂലേ മലയാളത്തില് ട്രാൻസ്ലേറ്റ്? മലയാളം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മലയാളം നോക്കണ്ടെന്ന്. മലയാളം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതെ, നമ്മൾ പരിഭാഷ വായിക്കാൻ പോയാൽ നമ്മൾ പരിഭാഷയെ കെട്ടിക്കൊടുങ്ങും. പരിഭാഷ അല്ല നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ അതിൽ തന്നെ തഫ്സീർ ഇബ്നു കസീർ അല്ലെങ്കിൽ ഇബ്നു കസീർ, തബരി, അതുപോലുള്ള ഖുർത്തുബിയൊക്കെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതും വായിച്ചു നോക്കുക നിങ്ങൾ. ഓക്കെ. അല്ലാഹ് സുബ്ഹാനഹു വ തആല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒന്ന് ചോദിച്ചോട്ടെ? പറയ്. ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫിഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ജന്നാത്ത് അദിൻ എന്ന് പറഞ്ഞാൽ അതിന് സ്ഥിരവാസം എന്ന് തന്നെയാണ് അർത്ഥം? ജന്നാത്ത് അദിൻ ഞാൻ വിശദീകരിച്ച് എങ്ങനെയായിരുന്നു? ജന്നാത്ത് അദിൻ, ജന്നാത്ത് അദിൻ എന്ന് പറഞ്ഞപ്പം ആ ജന്നാത്ത് എന്താണ്? അദിനാണ്. ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞത് അവർ അവിടെ ശാശ്വതവാസികളാണ്. അപ്പൊ താമസക്കാർ ശാശ്വതവാസികളാണ്. ജന്നാത്ത് ശാശ്വതമാണ്. നമ്മളെ ഇപ്പോഴുള്ള ഗാർഡൻസും എസ്റ്റേറ്റുകളും ഒക്കെ എന്താണ്? അത് കാലാവസ്ഥക്കനുസരിച്ചാണ് പുഷ്പിക്കുകയും ഫലമുണ്ടാവുകയും ചെയ്യുന്നത്. അവിടെയാണെങ്കിലോ, സ്വർഗത്തിലാണെങ്കിൽ എപ്പോഴും പുഷ്പിക്കുകയും ഫലമുണ്ടാവുകയും ചെയ്യും. ഒന്ന് ഇവിടെയുള്ള എസ്റ്റേറ്റുകളും ഗാർഡൻസും ഒക്കെ ഒരു നാൾ കരിയുകയോ വാടുകയോ ചെയ്യും. അവിടെയുള്ളത് എന്നെന്നും നിലനിൽക്കുന്ന അതാണ് ജന്നാത്ത് അദിൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവർ അവിടെ താമസിക്കുന്ന സ്വർഗവാസികൾ അവിടെ ശാശ്വതമായി വസിക്കുന്നവരാണ്. അപ്പൊ സ്വർഗീയ ആരാമങ്ങൾ എന്താണ്? ശാശ്വതമാണ്. അതേപോലെ താമസിക്കുന്നവരും ശാശ്വതവാസികളാണ്. വേറെ ഉസ്താദ് അഹദ് മീസാക്കും സെർച്ച് ചെയ്യുമ്പോ ഈ ആയാത്ത് എന്ന് പറഞ്ഞത് എവിടെ അത് റാഷി ഉസ്താദ് ഇട്ടെന്നീനി, പക്ഷെ അത് എവിടെയാണെന്നുള്ള നിങ്ങളെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നിങ്ങൾ ഖുറാൻ ആപ്ലിക്കേഷൻ ഇല്ലേ? ഖുറാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ ആപ്ലിക്കേഷനാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ ഫെമിലിയർ ആവും. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ആരെങ്കിലും ഒന്നും കൂടി ഇട്ടെന്നാ നല്ലേ? ആരെങ്കിലും ഒന്നുകൂടെ ഇട്ട് കൊടുക്കും. ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. ഇനി നമ്മൾ 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. മൊബൈലിനെ കുറിച്ച് കുറെ പഠിക്കണം. സാർ ഒന്ന് ചോദിച്ചോട്ടെ? അൽ ഖുർആൻ തന്ന ആപ്പാണ് ഉസ്താദേ അത്? അൽ ഖുർആൻ ആപ്ലിക്കേഷനില്ല. അത് എനിക്ക് അന്ന് ഇതിനൊക്കെ ആയാത്തിനെ കുറിച്ച് അറിയില്ല. അന്ന് ഉസ്താദ് ഒരു ഇത് തന്നത് അൽ ഖുർആൻ എന്ന് പറഞ്ഞു. അതിനകത്ത് ഖുർആൻ അല്ല, ആയാത്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനകത്തില്ല. ആണോ? AYAT ആയാത്ത്. അത് തന്നെ. നിങ്ങൾക്കൊക്കെ ഉണ്ട്? നമുക്കെല്ലാം തോന്നുന്നു. പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. അത് തന്നെ. അത് സൗദി ഗവൺമെന്റിന്റെയാണ്. അതില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആണ്. സർ, ബരിയത്തുൻ എന്ന് പറയുന്നത് സൃഷ്ടി എന്നാണ്? നിങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ബരിയത്ത് എന്ന് പറഞ്ഞത് ഞാൻ അതിന്റെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇട്ടത് ഞാൻ പലപ്പോഴും മുമ്പരിച്ച് ഇട്ടതാണ്. അന്നേരം മറുപടി പറയാൻ വേണ്ടി എടുത്ത് പിന്നെ അത് വേറെ എന്തോ പണിയായി വീണ്ടും വന്നു.
വീണ്ടും മറുപടി വീണ്ടും വിട്ടുപോയതാണ്. അതായത് ബരിയത്ത് എന്ന് പറയുമ്പോൾ നമ്മള് നാസ് ഇൻസാൻ എന്നൊക്കെ പറയുന്നത്, ഇൻസാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പദം ഏകവചനം, പദം ഏകവചനം. പക്ഷെ അഡ്രസ് ചെയ്യുന്ന ആരെയാണ്? യാ യുഹൽ ഇൻസാൻ ഇന്നൊക്കെ കഥുഹൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയല്ല, മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബരിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന ഏകവചനമാണെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? സൃഷ്ടികൾ എന്ന ബഹുവചനമാണ് ബരിയ. അതേസമയം ഈ ബരിയത്ത് എന്ന പദത്തിന് ബറായ എന്ന് ബഹുവചനവും ഉണ്ട്. എഴുതിട്ട് അലിഫ് എന്ന ബഹുവചനവും ഉണ്ട്. ബറായ. വേറെ അല്ല് വന്നതുകൊണ്ടാണോ ഖൈറുൽ ബരിയ? അല്ല് വന്നതുകൊണ്ടാണ് അൽ ഇൻസാൻ എന്ന് പറയുന്ന പോലെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞത് ഇൻസാൻ എന്ന് പറയുമ്പോൾ, ഇൻസാൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻസാൻ എന്ന് പറയുന്നത് എന്താണ്? പദം ഏകവചനമാണ്, പക്ഷേ അത് വർഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ ഈ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മനുഷ്യൻ എന്ന പദം, ഇൻസാൻ എന്ന പദം എന്താണ്? വർഗത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അതേപോലെ വർഗത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ബരിയ എന്ന് പറയുന്നത്. സൃഷ്ടി എന്ന് നമ്മൾ ഏകവചനം പറയുന്നെങ്കിലും അതെന്താണ്? സൃഷ്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖൈറുൽ ബരിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഉത്തമൻ എന്നാണ്. അതേസമയം ബരിയ എന്ന പദത്തിന് ബറായ എന്ന ബഹുവചനം കൂടിയുണ്ട്. ചില പദങ്ങൾ ബഹുവചനത്തിന് ഉപയോഗിക്കുമെങ്കിലും അതിന് പിന്നെ ഒരു ബഹുവചനവും ഉണ്ടാവും. അപ്പൊ ജംഉൽ ജവാമിയ എന്നൊക്കെ പറയും, അതിന് ബഹുവചനത്തിലെ ബഹുവചനം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വഴിയിൽ നിന്ന് കിട്ടും നമുക്ക്. അതിനാണ് നമ്മൾ തദബ്ബറാക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും ഒരു വാക്ക്, പരിഭാഷയിൽ എഴുതിയ ഒരു വാക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരിഭാഷ വായിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഈ പരിഭാഷയും വ്യാഖ്യാനമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വിട്ടിട്ട് വേറൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ കിട്ടാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ അറബി തഫ്സീൽ നമുക്ക് കിട്ടും. കാരണം അറബി തഫ്സീലിലുള്ള എല്ലാം ഒന്നും മലയാളത്തിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല. അതൊക്കെ അപ്പം ഒരുപാട് വാല്യങ്ങൾ വരും. അപ്പൊ ഓരോരുത്തരും കുറച്ച് കാര്യങ്ങൾ എഴുതുള്ളൂ. അപ്പൊ നമ്മൾ അറബി വായിക്കുമ്പോൾ ഇതിൽ നിന്ന് വേറൊരു പദം നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ആയത്തിന്റെ വിശകലനം വായിക്കാൻ വേണ്ടി അറബി തഫ്സീറാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയതായി ഒരു അറബി വാക്കെങ്കിലും അവിടെ കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും അപ്പൊ ആ തഫ്സീർ വായിക്കുക മുഖേന ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഗ്രാജുവലി എങ്ങനെ അത് മനസ്സിലാവും? ഞാൻ BA പാസ്സായ സമയത്ത് ഞാൻ നോക്കിയിട്ട് ആ തഫ്സീർ വായിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തഫ്സീർ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഗ്രാജുവലി നമുക്ക് ഇത് വായിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചപ്പോഴാണ് അത് മനസ്സിലാകാൻ തുടങ്ങിയത്. എന്തായാലും മനസ്സിലാക്കണം. പിന്നെ മലയാളം ഇപ്പൊ മലയാളം തഫ്സീർ വായിച്ച് എന്താണ് മടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അറബി തഫ്സീർ വായിക്കുമ്പോൾ ഓരോ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് പുതിയ രംഗത്തേക്കുള്ള ഓപ്പണിങ് കിട്ടും. നമുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടും. അതുപോലെ ഈ ഹുസ്നുൻ ഹസന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹസന എന്ന് പറയുമ്പം പിന്നെ സ്ത്രീലിംഗമാണ്. ഇതിന്റെ സ്ത്രീലിംഗം ഹസന എവിടെ വായിച്ചത് ഉണ്ട്? ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് രീതിയിലാണ് വരുന്നത്. ഹസനത്തുൻ ഹുസ്ന, ഹസനത്തുൻ അഹ്സൻ. ഓക്കെ, അഹ്സൻ എന്ന് പറയുന്നത് തന്നെ ഹസനത്തിന്റെ സൂപ്പർലേറ്റീവ് ആണ്. അഹ്സനു സൂപ്പർലേറ്റീവ് ആണ് അഹ്സൻ. അപ്പം ഹസനത്തിന്റെ സൂപ്പർലേറ്റീവ് സ്ത്രീലിംഗം എന്തായിരിക്കും? ഹുസ്ന. അഹ്സന എന്നുള്ള ക്രിയാരൂപം ഉണ്ടോ ഉസ്താദെ? അഹ്സന എന്ന ക്രിയാരൂപമുണ്ട്. അഹ്സന നന്മ ചെയ്തു.
അതല്ലേ ഇഹ്സാൻ വരുന്നത് അവിടെ നിന്നല്ലേ ഇഹ്സാൻ അതെ, ഇത് അഹ്സന വരുന്നത് യുഹ്സിനിൽ നിന്നാണ് ഇഹ്സാൻ വരുന്നത്. പക്ഷെ ഇഹ്സാൻ 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 ക്രിയാധാതുവായിട്ട് വരുവോ? ഇഹ്സാൻ ക്രിയാധാതുവാണ്. ആ ഓക്കെ. ഇഹ്സാൻ ക്രിയാധാതുണ്ട് അവര്. ഓക്കെ, അപ്പൊ ഹുസ്ന കിട്ടിയോ? ഇല്ല ഇല്ല. ഹുസ്ന കിട്ടിയില്ലേ? എന്തൊക്കെയാണ് ഹുസ്ന? ഹസനുൻ എന്നതിന്റെ സൂപ്പർലേറ്റീവ് ആണ് അഹ്സനു. അതിന്റെ സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗ സൂപ്പർലേറ്റീവിന്റെ ഹസനുൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഹസനത്തുൻ. അതിനെ ഹുസ്ന എന്ന സൂപ്പർലേറ്റീവ് ഉപയോഗിക്കും. അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറയുന്നത്. അസ്മ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ബഹുവചനമാണ്. ബഹുവചനങ്ങളെല്ലാം എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പൊ സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അൽ അസ്മാഉൽ ഹുസ്ന. അൽ അസ്മാഉൽ ഹുസ്നയാണ് കേട്ടോ. ഹുസ്ന പാസ്നത്തിന്റെ ബഹുവചനാണ് സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ്. അസ്മാ ബഹുവചനമായതുകൊണ്ട് അസ്മാഇന്റെ ബഹുവചനമായ അസ്മാഇനെ എന്ത് പദം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ബഹുവചനം കൊണ്ടല്ല വിശേഷിപ്പിക്കേണ്ടത്, സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്. അപ്പോ അൽ അസ്മാ എന്ന ബഹുവചനത്തിന് അൽ ഹുസ്ന എന്ന വിശേഷണം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഉസ്താദെ, പിന്നെ ഈ പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. പിന്നെ വേറൊരു വാക്കും കൂടെ ഉസ്താദ് പറഞ്ഞായിരുന്നു. അത് ബരി എന്നാണോ ബിരി എന്നാണോ എന്നൊരു സംശയം. ബരി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബരി എന്ന് പറഞ്ഞാൽ മുക്തമായി എന്നാണ്. മുക്തനായി മുക്തമായി ശമനം. ബരി ആ. അതെ, ബരി ആ. ബരീഉൻ കർത്താവാണ് ബരി ഉൻ. അപ്പൊ അതിന്റെ പിന്നെ മുളാരി അതെ, ബറയുടെയും എബറഉ അല്ലേ ഉസ്താദെ? ബറയുടെയും ഫതഹ്തഹും സമയസ്മഉ. ഫതഹ്തഹും സമയസ്മഉ. ബരി യബറഉ. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാല് ആദിക്കല്ലേ? സൂപ്പർലേറ്റീവ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? കബീറിന്റെ അക്ബർ എന്താണ്? കബീറിന്റെ അക്ബർ എന്താണെന്ന് പറഞ്ഞത്? അവിടെ എല്ലാം ഇംഗ്ലീഷാണ് പറഞ്ഞത് നമ്മള്. സൂപ്പർലേറ്റീവ്. ആധിക്യത്തിന്റെ രൂപം. നിങ്ങൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഉത്സാഹം എന്നും നിലനിൽക്കട്ടെ. ഖുർആനിൽ ആഴത്തിലേക്ക് ഇറങ്ങുക. പക്ഷേ പഠനം മാത്രമല്ല വേണ്ടത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങൾ ചോദ്യം ചോദിച്ച ചില ആൾക്കാരൊക്കെ ടീച്ചർമാരുണ്ട്, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പ്രശംസിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ ആ രംഗത്തേക്ക് കടന്നു വരണം. നിങ്ങൾ ലഘുവായിട്ടെങ്കിലും എവിടെയെങ്കിലും 10 ആളെ നിങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 5 ആളാണെങ്കിൽ സ്ഥിരമായിട്ട് 5 പേരെ കണ്ടെത്തിയിട്ട് അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. അവസാനം പറഞ്ഞ എന്തായിരുന്നു? വൽ യുബല്ലിഗ ഷാഹിദ് അൽ ഗായിബ്. ഹാജറുള്ളവൻ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഇത് കേട്ടവൻ കേൾക്കാത്തവന് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റുബ്ബ മുബല്ലഗൻ ഔ ആമിൻ സാമിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഉത്ബോധനം, അതായത് നമുക്ക് എത്രത്തോളം സീരിയസ് ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ടോ, ഈ പഠനം തോന്നിയിട്ടുണ്ടോ, അതിനേക്കാൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ായിരിക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ മുഖേന പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് നിങ്ങളെക്കാൾ നന്നായിട്ട് പഠിച്ചെന്ന് വരാം. അപ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ഇത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോജനപ്പെട്ടെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത ആൾക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അതിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഞാൻ ഒരാളെ ചേർത്ത് ഉസ്താദേ. മാഷാ അല്ലാഹ്. ഒന്നൊന്നും ചേർത്താൽ പോരാ. നമുക്ക് ചേർത്താൽ നോക്കിയാൽ നല്ലത്. നമുക്ക് ഒന്നൊന്നും പോരാ, നമുക്ക് 1000 ആൾക്കാരെ ചേർക്കണം. അത് നമ്മൾ കുറെ സ്റ്റാഫിനെയൊക്കെ പെയ്ഡ് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫീസ് വലുതായി വലിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര സ്റ്റുഡൻസ് നമുക്ക് വരണം. അനിയന്ത്രിതമായ സ്റ്റുഡൻസ് നമുക്ക് വരണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ ربنا അല്ലാഹ്. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. عليك السلام ورحمة الله وبركاته. جزاكم الله خير.